പുലർച്ചെ 12 മണി 10 മിനിറ്റ്. ശ്രീകൃഷ്ണജയന്തിയും കാളിജയന്തിയും കാലഭൈരവാഷ്ടമിയൊക്കെ ഒരുമിച്ച് വന്നപ്പോൾ എന്നാൽ പിന്നെ കാലഭൈരവൻ്റെ ശയനാരതി കാണട്ടേന്നായി. സോംജിയും സ്നേഹാജിയും പിന്നെ ഞാനും ഒരു 3-3.5 കിലോമീറ്റർ നടത്തുന്നുണ്ട്. അഷ്ടമി ആയതുകൊണ്ട് ഫുൾ പവറാണ്. സോംജി ആണെങ്കിൽ മൗനവ്രതത്തിലുമാണ്. രാത്രി ഗല്ലിയിലൂടെയൊക്കെ വഴി തെറ്റിയും തിരിഞ്ഞും അതൊരു രസം തന്നെയാണ്. അങ്ങനെ എന്തായാലും ആരതി ആയപ്പോഴേക്കും അമ്പലത്തിലെത്തി. ആരതി കഴിഞ്ഞപ്പോഴത്തേക്കും ഫുൾ പവർ, വേറെ മൂഡ്. കാശികാ പുരാതിനാഥ കാലഭൈരവം ഭജേ. കാശിയിൽ വരുമ്പോൾ ഇതൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കി. ഇതൊക്കെ തന്നെയാണ് അതിൻ്റെ രസം. ഇത്രയും കാലമായിട്ട് ഇത് ഞാൻ കണ്ടില്ല എന്ന് സോംജിയും സ്നേഹാജിയും. ശരിയാണല്ലോ, ഞാനും കണ്ടിട്ടില്ല എന്ന് ഞാനും. രാത്രി എന്തായാലും പരിപാടികളൊക്കെ ആയിട്ട് കാശി ഓണാണ്. തിരിച്ച് നടത്താൻ തന്നെ. പിന്നെ ഇതൊക്കെ ശ്രീകൃഷ്ണ ജയന്തിൻ്റെ പരിപാടികൾക്കാണ്. നമ്മൾ ഈ ക്രിസ്മസിന് പുൽക്കൂടൊക്കെ ഒരുക്കൂലേ, അതേപോലെ ഇവിടെ കൃഷ്ണൻ്റെ ജന്മദിനം ഓരോ വീട്ടിലും പുൽക്കൂട് പോലെ ഓരോ സെറ്റപ്പൊക്കെ ഒരുക്കി ഓരോ കഥകൾ, പുരാണ കഥകളൊക്കെ സെറ്റ് ചെയ്ത്. ഏത് മൂഡ്, വേറെ മൂഡ്. സമയം പുലർച്ചെ 2:50. വിശ്വനാഥിൽ നട തുറക്കാനുള്ള കാത്തിരിപ്പാണ്. എന്നാൽ പിന്നെ കുറച്ചു നേരം കെട്ടിലിരുന്നിട്ട് പോകാമെന്ന് വെച്ചു. കുറച്ചു നേരം കെട്ടിലിരുന്നപ്പോൾ സോംജി ഒരു ചായ കുടിച്ചാലോ. ചായ കുടിക്കാൻ കട നോക്കിയപ്പോൾ ഒരൊറ്റ ചായക്കടയില്ല. എന്നാൽ പിന്നെ റൂമിൽ പോയിട്ട് ചായ കുടിക്കാമെന്നായി. എന്നാൽ അങ്ങനെ ആവട്ടെ എന്നായി ഞാനും. ഹർ ഹർ മഹാദേവ്.